ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹെന്ന ഡിസൈൻ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. ഈ ഡിസൈനിൻ്റെ പേര് റൈൻസ്റ്റോൺ ഹെന്ന എന്നാണ്. ഈ ഹെന്ന ഡിസൈൻ ഞാൻ കേരളത്തിൽ അങ്ങനെ അധികാരം ചെയ്ത് കണ്ടിട്ടില്ല. കൂടുതലും നോർത്ത് ഇന്ത്യൻ ബ്രൈഡ്സാണ് അവരുടെ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്ത് കാണാറ്. സാധാരണ നമ്മൾ കാണാറുള്ള ബ്രൈഡൽ ഹെന്നയെക്കാട്ടിയൊക്കെ ഒരുപാട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഹെന്ന ഡിസൈനാണിത്. നോർത്ത് ഇന്ത്യൻസ് അവരുടെ കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രൈഡൽ ഹെന്ന ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ സെറ്റും ഒരു ഫോട്ടോഗ്രാഫി സെഷനൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഹെന്ന നന്നായി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ ഡിസൈൻസ് ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഈ ഡിസൈൻ എങ്ങനെ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, ഒരു ബ്രൈഡ് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ബ്രൈഡൽ ഹെന്ന ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാറ്. കഴിഞ്ഞ മാർച്ചിലാണ് ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനത്തെ റൈൻസ്റ്റോൺസ് വെച്ചിട്ടുള്ള ഹെന്ന ഡിസൈൻ ആ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഒരു ട്രയൽ എന്ന പോലെ ഇതുപോലൊരു ഡിസൈൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് കുറച്ച് പേര് ഇൻട്രസ്റ്റഡ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബോഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെന്ന ഡിസൈനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്തൊക്കെ റൈൻസ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഐലാഷ് ഗ്ലൂ ആണ്. അതുപോലെ സാധാ നമ്മൾ ബാക്കി ക്രാഫ്റ്റ്സിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള റൈൻസ്റ്റോൺസ് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ ആദ്യം വരച്ച് എന്നിട്ട് പിന്നെ റൈൻസ്റ്റോണിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു പ്ലക്കർ വെച്ചിട്ട് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ച് കൊടുക്കാറാണ് ചെയ്യുക. ഇതിപ്പോൾ കല്യാണ പെണ്ണുങ്ങൾ മാത്രമല്ല, അവരുടെ അടുത്ത ബന്ധത്തിലുള്ള പെൺകുട്ടികളും അതുപോലെ ഫ്രണ്ട്സും ഒക്കെ അവരുടെ പാർട്ടി ഹെന്നയിൽ ഈ ഡിസൈനിൻ്റെ ഒരുപാട് വേരിയേഷൻസ് ചെയ്തിട്ട് ഇൻസ്റ്റയിലും അതുപോലെ ഗൂഗിൾ ഫോട്ടോസിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ഇത് ഇത്ര ഫാൻസി ആക്കാറില്ല. കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ച് ഇതിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ് അവരൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത്. എന്തായാലും നമ്മുടെ കല്യാണങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് മൈലാഞ്ചി. അപ്പോൾ മൈലാഞ്ചിയിലും എങ്ങനെയൊക്കെ പുതുമകൾ കൊണ്ടുവരാം, എങ്ങനെയൊക്കെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ടൈപ്പ് ഓഫ് ഹെന്ന ഭയങ്കര വലിയ കാര്യമായിരിക്കും. റൈൻസ്റ്റോൺ ഹെന്ന ചെയ്യുമ്പോൾ കൂടുതലും ഡയഗണൽ ആയിട്ടുള്ള ഡിസൈൻസിൽ ചെയ്യാവും നല്ലത്. നമ്മൾ കയ്യിൽ നിറച്ചിടുന്ന ബ്രൈഡൽ ഹെന്നയിൽ സ്റ്റോൺസ് ഒട്ടിക്കുന്നതിനെക്കാട്ടി ഒരുപാട് ഭംഗിയുണ്ടാവും ഡയഗണലായിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്തിട്ട് അതിൽ ഈ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഐലാഷ് ഗ്ലൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് സ്കിൻ ഗ്ലൂ വാഷബിൾ അല്ല. നമ്മൾ മൈലാഞ്ചി കഴുകുമ്പോൾ അതിൻ്റെ കൂടെ ഈ സ്റ്റോൺസും അടർന്നു പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൈഡൽ ഹെന്നയുടെ ഫോട്ടോഷൂട്ട് ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സ്റ്റോൺസും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണത്തിൻ്റെ എല്ലാ ഫംഗ്ഷൻസിലും റൈൻസ്റ്റോൺ ഹെന്ന വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴുകി കളഞ്ഞിട്ട് അതിൻ്റെ ഫുൾ സ്റ്റെയിൻ വന്നതിന് ശേഷം ഇതുപോലെ ഒരു തവണ കൂടെ ഈ സ്കിൻ ഗ്ലൂ വെച്ചിട്ട് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്താൽ മതി. റൈൻസ്റ്റോൺ ഹെന്ന മാത്രമല്ല, ഗ്ലിറ്റർ ഹെന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഹെന്ന ഡിസൈനും നോർത്ത് ഇന്ത്യൻസ് അവരുടെ കല്യാണങ്ങളിൽ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ ഹെന്ന ഡിസൈൻ വരച്ചതിന് ശേഷം അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഗ്ലിറ്റർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെതറാണ് ചെയ്യുക. എന്നിട്ട് എക്സസ് ഉള്ളത് തട്ടിക്കളയാണ് ചെയ്യാറ്.
ബ്രൈഡൽ ലുക്ക് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നഖത്തിലും കൂടെ സ്റ്റോൺസ് ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡിസൈൻ ഒത്തിരി ആർഭാടമായി എന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാം. അതുപോലെ സ്റ്റോൺസിൻ്റെ എണ്ണം കുറയ്ക്കാം, അല്ലെങ്കിൽ ഒരു കളർ സ്റ്റോൺ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി അറിയണമെങ്കിൽ ബ്രൈഡൽ ജ്വല്ലറി കൂടെ വരണം. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈനിൻ്റെ ഫോട്ടോ കൂടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.